ഹായ് ഹലോ. നമുക്കൊത്തിരി ഫ്ലവേഴ്സ് കണ്ടാലോ? നമ്മുടെ ജീവിതത്തിലെ പൂക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്. വിവാഹം, ഉത്സവം, പൂജ തുടങ്ങിയ അവസരങ്ങളിൽ പൂക്കൾ ഉപയോഗിക്കാറുമുണ്ട്. അലയിൽ നല്ല അടിപൊളി ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും അത് കാണാനും പോയിരുന്നു. അവിടുത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് കണ്ടാലോ? ഞാൻ ആദ്യം അവിടെ കണ്ടത് നമ്മുടെ പഴയ ബെൻസും അംബാസഡർ മോഡൽ കാറും പഴയ പിക്കപ്പും അതിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പല മോഡൽസിലുള്ള ഫ്ലവേഴ്സും. ഈ കാണുന്ന ഫ്ലവേഴ്സ് കണ്ടോ? ഇത് കണ്ടപ്പോൾ തമിഴ് ഫിലിം ഇല്ലേ, അതിൽ വിക്രമും ആമി ജാക്സണും ലാസ്റ്റിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി വെക്കുന്നൊരു വീടിൽ കുറേ പൂക്കളുടെ നടുവിൽ അങ്ങനെയുള്ള പൂക്കളാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു സീനും തക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണ് കേട്ടോ, വെറുതെ ഗോഷ്ടി കാണിക്കുമല്ലേ. നമ്മളൊരു പരിപാടി കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ നിൽക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, എന്താണ് ആ ഷോയിലുള്ളത്, എന്താണ് അതിൻ്റെ ഈച്ച് കോർണറിലും നമ്മൾക്ക് കാണാൻ വേണ്ടി വെച്ചേക്കുന്ന സർപ്രൈസസ്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഭാരത്തോടു കൂടിയാണ് ഞാനും ഈ ഷോയ്ക്കുള്ളിലേക്ക് കയറാൻ പോകുന്നത്. ഫസ്റ്റ് ഫ്ലവർ വി സോ വാസ് ദ സൺഫ്ലവർ. ഞാൻ ഇതുവരെ സൺഫ്ലവർ നേരിട്ട് കണ്ടിട്ടില്ല. ബുക്കിലെ പടങ്ങളിലും ഗൂഗിളിലും ഒക്കെ വെച്ച് കണ്ട് പരിചയം വെച്ചിട്ട് ഇത് സൂര്യകാന്തി പൂവാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളിൽ ഒന്നും കൂടിയാണിത്. പേര് പോലെ തന്നെ സൂര്യൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ കാണാൻ. പൂവൊക്കെ കണ്ട് മുന്നിലേക്ക് ചെന്നപ്പോൾ നീളത്തിലൊരു ക്യൂ. എന്താണ് ക്യൂ നിന്ന് കാണാനുള്ളതെന്നും പറഞ്ഞ് ഞങ്ങൾ 4 പേരും ക്യൂ നിന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് കയറി. ഇപ്പോൾ AI കാലഘട്ടമല്ലേ, അപ്പോൾ കുറച്ച് AI വീഡിയോസ് കണ്ടാലോ? ഇതൊക്കെ കണ്ടോ? ഫ്ലവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് ഷേപ്സാണ്. ഈഗിൾസ്, പീകോക്ക്, ഐസ്ക്രീംസ്. ഈ കണ്ടുപോകുന്ന ഫ്ലവേഴ്സിലൊന്നും ഒരെണ്ണത്തിൻ്റെയും പേര് എനിക്കറിയില്ല. ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമാണ്. എന്നെക്കാട്ടിലും ഇഷ്ടമാണ് അമ്മയ്ക്ക് മിക്കതിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു ഫ്ലവറിൻ്റെ അവിടെ ഡെയ്സി എന്നുള്ള പേര് കണ്ടത്. ആ പേര് കേട്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഒരു നൊസ്റ്റാൾജിക് ഫീലാണെന്ന്. കാരണം മലയാളത്തിൻ്റെ ഒരു ഹിറ്റ് പാട്ടില്ലേ, ഡെയ്സി, അത് തന്നെ. അതുകൊണ്ടാണ് കേട്ടോ അമ്മ എങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ഒരു ലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? എവിടെ നിന്നാണ് ആ ലൈറ്റ് പോകുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ഒരുത്തി കയ്യും കാലൊക്കെ ഇടുന്ന കണ്ടോ? അവിടെയും കണ്ടു ഒരു ഫ്ലവർ കേട്ടോ. എന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ആർ ലുക്കിംഗ് ഓസം. ഈ വരുന്ന പിങ്ക് ചെടിയേയും പച്ചച്ചെടിയേയും ഒക്കെ കണ്ടില്ലേ? എന്ത് ക്യൂട്ടായിട്ടാണല്ലേ ചെടികളുടെയും പൂക്കളുടെയും വേഷം ധരിച്ച് വരുന്നത്. ഇത് കൂടുതലും കൊച്ചുമക്കളെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യും. ഞങ്ങളും ഓടി അവരുടെ അടുത്ത് പോയി കേട്ടോ, ഒരു കൈ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വഴി കൂടെ വരുമ്പോൾ ചെറിയ ചെറിയ മക്കൾക്കെല്ലാം അവർ കൈ കൊടുത്ത് ഹൈഫൈ ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഡാൻസും ഒക്കെ കളിച്ച്. ഇത് സ്റ്റേജ് ഉണ്ട് അവിടെ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി അവർ വന്നതാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നേരെ പോയത് അടുത്ത ക്യൂവിലേക്കാണ്. എന്തിനാണെന്നല്ലേ,
ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ. ഈ കഷ്ടപ്പെട്ട് മുകളിലോട്ടൊക്കെ കയറിപ്പോകുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ മുകളിലൊക്കെ ചെന്നിട്ട് ആ ഒരു ടോപ്പ് വ്യൂ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ വളരെ ഭംഗിയാണല്ലേ. ആ ഒരു ഭംഗി എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് ആസ്വദിക്കാൻ വേണ്ടി പോയതാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ലൈറ്റ്സും ആകാശത്തേക്കുള്ള ലേസർ ലൈറ്റ്സും ചെറിയ ചെറിയ കുഞ്ഞ് ലൈറ്റ് ബൾബുകളും എല്ലാം കൊണ്ടും ഫ്ലവർ ഷോ അതിഗംഭീരമായിരുന്നു. ടോപ്പ് മോസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ട് നമ്മുടെ മനസ്സിനൊരു ആനന്ദം കിട്ടുമല്ലേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ പല പല തരത്തിലുള്ള ഷേപ്സും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണല്ലോ സെറ്റ് ചെയ്തേക്കുന്നത്. പച്ച കളർ ഫ്ലവർ, വൈറ്റ് കളർ ഫ്ലവർ, വയലറ്റ് കളർ ഫ്ലവർ, റെഡ് കളർ ഫ്ലവർ. ഈ ഫ്ലവേഴ്സൊക്കെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ തന്നെ എത്ര പേര് വേണം. ഈ സ്റ്റേജ് ഷോസൊക്കെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ എന്തൊക്കെ ചിന്തകൾ മനസ്സിൽ കൂടെ പോകണം, എന്തൊക്കെ അവിടെ വേണം, സ്റ്റേജൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം. എത്ര പേരുടെ രാപകലില്ലാത്ത കഷ്ടപ്പാടായിരിക്കും ഇങ്ങനെ ഒരു ഷോസൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ. ആ ഒരു ഷോസൊക്കെ കണ്ടക്ട് ചെയ്ത് നമ്മളുടെ ജനങ്ങളിലേക്ക് ഇത്രയും അട്രാക്റ്റീവായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് രസമായിട്ട് അല്ലെങ്കിൽ എന്തോരം മെനക്കെടേണ്ടി വരും. ആൻഡ് ഹാറ്റ്സ് ഓഫ് ഇറ്റ്. ഞാൻ ഈ ഫ്ലവർ ഷോ കണ്ട് ഇറങ്ങുന്നിടം വരെ നന്നായി എൻജോയ് ചെയ്തു. ജുറാസിക് പാർക്ക് ഫിലിം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ ഫിലിമിനകത്ത് ഡൈനോസേഴ്സിനെ കാണുമ്പോൾ തന്നെ കിടുകിട വിറയ്ക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. ഞാൻ ആ ഫിലിം കണ്ടപ്പോൾ ചിന്തിച്ചത്, ദിനോസേഴ്സ് ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ദിനോസേഴ്സ് ജീവിക്കാൻ സമ്മതിക്കുമായിരുന്നോ എന്ന്. അങ്ങനെയുള്ള ദിനോസേഴ്സിനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു സ്റ്റേജ് ഷോയുടെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഫ്ലവർ ഷോയിൽ വെച്ചിട്ട് എൻ്റെ സാറിനെയും ഫാമിലിയെയും കണ്ടു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ സമയമായേ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഈ കുറേ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ തക്കുവിന് ഫോട്ടോ എടുക്കാൻ ഒരാഗ്രഹം. ഷോയ്ക്കകത്തിൽ കയറിയിട്ട് മണിക്കൂറുകൾ പോയതറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളെ വീക്കെൻഡൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞവസാനിപ്പിച്ചിട്ട് ഞാനും കുട്ടൻ ചേട്ടനും അമ്മയും തക്കുവും വീട്ടിലേക്ക്. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.